പച്ചക്കറിക്കൊക്കെ എന്നാ വിലയാണ് അല്ലേ? ഓണം എടുക്കുമ്പോൾ പൊന്നും വിലയാണ്. ഇഞ്ചി നാരങ്ങ മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓണം വരുമ്പോൾ എന്തായാലും പൊന്നുവില എടുത്ത് നമ്മളത് വാങ്ങിക്കും. അപ്പോൾ അത് അന്നേരം മേടിക്കും. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇരിച്ചിരി അച്ചാറുണ്ട്. അപ്പോൾ ഞാനോർത്തു മുറ്റത്ത് ചീങ്ങപ്പുള്ളി നിൽപ്പുണ്ട്, അതേലേക്ക് അതിൽ നിന്ന് നമ്മൾ ശകലം പറിച്ചെടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അത് പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഞാൻ കഴുകി അരിഞ്ഞ് കുനുകുന അരിയാണ്. ഇതാണ് എൻ്റെ കുനുകുന. ഇങ്ങനെ ഇരിക്കും കുനുകുന, കണ്ട. അപ്പോൾ അത് അരിഞ്ഞെടുത്ത് ചെറു ചൂടുവെള്ളത്തിലിട്ടു. ചൂടുവെള്ളത്തിലിടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരവും ചെറിയ പുളിയുള്ളത് മാറാനായിട്ടാണ്. ഒത്തിരി പുളിയൊക്കെ കൊള്ളില്ലല്ലോ. അപ്പം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വേണം കേട്ടോ. ഇഞ്ചി കണ്ടില്ല, അതുകൊണ്ടാണ് ഇഞ്ചി എടുക്കാത്തത്. ഇഞ്ചി എടുക്കണം, ഇടയ്ക്ക് ഞാൻ ചേർത്തോളാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴുകി ആവശ്യം നമ്മുടെ ഒരു കണക്കാണ് 2-3 കണ്ടില്ലേ, ഈ ഒരു അളവിന് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ചീനച്ചട്ടി അരിഞ്ഞു വയ്ക്കണം കേട്ടോ, കഴുകി അരിഞ്ഞു വയ്ക്കണം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇങ്ങനെ പൊട്ടിക്കണം, കടുവറ. അതിനുശേഷം കറിവേപ്പിലിട്ട് കിണ്ടി ഇത് വണിജിത്രക്കാരിൽ കിണ്ടിയല്ല കേട്ടോ, അങ്ങനെ കിണ്ടി. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ഇടുക, അല്പം മുളക് പൊടിയിട്ട് ഇളക്കുക. ആവശ്യത്തിന് എന്ത് മുളക് പൊടി? 2-3 സ്പൂൺ മുളക് പൊടിയാണ്. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു കണക്കാണ് ഇടുന്നത്. ഞാൻ ചുമ്മാ കറക്റ്റ് അളവിനൊന്നും അല്ല ഇടുന്നത്. ഒരു 2-3 സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, ഉലുവപ്പൊടി ഇടുക, കായപ്പൊടി ഇടുക. ഇത് 3 കൂടി ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറു ചൂടിൽ വേണം ഇളക്കാൻ, ചെറു തീയിൽ. അങ്ങനെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 2-3 സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒഴിക്കുകയാണ് ടേസ്റ്റിന് കേടാകാതിരിക്കാൻ വേണ്ടി വിനാഗിരി ഒഴിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചൂടാക്കി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി അതിങ്ങനെ വാരി എടുത്തിടുകയാണ്. അത് തോരാനൊന്നും പറ്റില്ല. ഇതാണ് എൻ്റെ തോർത്തൽ. എനിക്ക് തോരാനൊന്നും വെക്കാൻ ക്ഷമയില്ല. ഞാനിങ്ങനെ വാരിയെടുത്ത് വാരിയെടുത്ത് അതിനകത്തിലിട്ട് ഇട്ടു. പെട്ടെന്ന് അച്ചാറാക്കാൻ വേണ്ടി വാരിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോൾ അടിപൊളി അച്ചാറായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയാണോ അച്ചാർ ഇടുന്നത്? ഞാനിങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കഴിക്കുന്നതിന്, ഇഷ്ടമല്ലെങ്കിൽ അത് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ ഒരുപാട് ഫോർമാലിറ്റിയിലൊന്നും ഞാൻ ഭക്ഷണം പാകം ചെയ്യില്ല. എൻ്റെ അളവൊക്കെ കൈ അളവാണ്, ചുമ്മാ അങ്ങ് വാരിയിടും. ഇതാണ് എൻ്റെ അളവ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറയണേ.